ഹലോ, പുതിയ ഗാർഡൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം. അതിനു മുൻപ് ഒരു പ്രത്യേക കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെറിയ വീഡിയോ എടുക്കാം കേട്ടോ. ഒരുപാട് ലോങ് വീഡിയോ അല്ല. എൻ്റെ കൂടെ ഈ ദിവസങ്ങളിൽ നൈറ്റ് ചെയ്ത ഞങ്ങളുടെ കൊളീഗ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ബ്ലസ്സിയുടെ വീട്ടിൽ ഒരുപാട് റോസപ്പൂക്കളും ബന്ദിയും ഡാലിയ സീനിയ ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് സ്നേഹത്തോടെ കുറച്ച് ബന്ദിയുടെ തൈകൾ കൊണ്ടുവന്നു തന്നു. അപ്പം അത് വാടിപ്പോകാതെ അത് ഇപ്പം തന്നെ നട്ടില്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ട് ഞാൻ വാടാതെ ഇന്ന് തന്നെ നടാൻ പോവാണ് കേട്ടോ. അതെ, ഇതാണ് ബന്ദിയുടെ തൈകൾ. അവരുടെ വീട്ടിൽ തന്നെ ഇതിൻ്റെ വിത്ത് മുളപ്പിച്ച് തന്ന തൈകളാണത്. കളർ എന്താണെന്ന് നമുക്കത് പൂക്കൾ വരുമ്പോൾ നോക്കാം. അപ്പം അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞാനൊരു ചട്ടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു 3-4 നടാൻ പറ്റും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ടീനയ്ക്കൊക്കെ കൊടുത്തിരുന്നേ. അപ്പൊ ടീന നട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ആ സ്ലഗ് വന്ന് തിന്നിട്ട് പോവാണത്. അതുകൊണ്ട് ഞാനിതൊന്ന് ഇത്തിരി പൊക്കിയ വെക്കുന്നത്. അല്ലെങ്കിൽ അവന്മാര് വന്നിട്ടേ ഇതിന്റെ ഇല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവര് വന്ന് തിന്നിട്ട് പോവും. അപ്പൊ നമുക്ക് മണ്ണൊക്കെ ഇളക്കി മറിച്ചു. ഇനി കുറച്ച് നമ്മുടെ സ്വന്തം കോഴിവളം ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഇടാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മറയ്ക്കാം. എന്നിട്ട് ഓരോന്നോരോന്ന് എടുത്ത് നടട്ടെ. കുറച്ച് കൂടുതലുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഈ രണ്ടെണ്ണം വെച്ചിട്ട് നടാം അല്ലേ ഓരോന്നില്. ഇവിടെ ഒന്ന് വെക്കട്ടെ. ഓ, നന്നായിട്ട് വരണേ. ബ്ലസ്സിയുടെ ബ്ലെസ്സിങ്സ് ഉള്ളതാണ്. നല്ല പേരല്ലേ ബ്ലസ്സി. ഓക്കെ, ഇനി ചെറിയ ചെറിയ തൈകളുണ്ട്, വലുതുണ്ടേ. അപ്പൊ നമുക്കിത് 2-3 ചെറുത് ഒരുമിച്ച് ഇട്ടോക്കാം. ബ്ലസ്സിയുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ ബന്ദിന്ന് ബ്ലസ്സി കളക്ട് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് അത് നട്ടതാന്ന് പറഞ്ഞ ബ്ലസ്സി. ഇതൊരെണ്ണം വലുതാണത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നല്ലേ ഈ ഇതിന്റെ പൂക്കള്, തലയിലൊക്കെ പൂ ചൂടി കൊണ്ട് പോണത്. ഇപ്പൊ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഈ ഓണം ആയിട്ട് ഒരുപാട് സ്ഥലത്ത് ഇതിന്റെ കൃഷി ഉണ്ടാവും. കൃഷി ഇറക്കിയിട്ടുണ്ടാവും ഇതിന്റെ. ഞാൻ കഴിഞ്ഞ ഇട്ട വീഡിയോയില് ഷീബയുടെ ഒരു കമന്റ്, എന്റെ അമ്മയെ ഷീബയെ നമിച്ചിരിക്കുന്നു. ഷീബെ ഇങ്ങനെ എങ്ങനെ സമയം കിട്ടുന്നു കമന്റ് എഴുതാനായിട്ട്. ഞാനൊരു ദിവസം ഞാനും ടീനയും കൂടി ആ കമന്റുകളൊക്കെ വായിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തത്. ഓക്കെ, ഒരെണ്ണം കൂടി ഇവിടെ പോവും. ഇച്ചിരി വലുത് ഇടാം. ഓ, അടിപൊളി. ഓക്കെ, അത് ഇവിടെ ഇടാം. ഓക്കെ, നിങ്ങൾ ഹാപ്പിയാണോ? അപ്പൊ അവിടെ ഒരു 3-4 ഞാൻ ഒരുമിച്ച് നട്ടു ഇതിനകത്ത്. നമുക്ക് നോക്കാം പിടിച്ചു വരും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട്. നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം അല്ലേ. ഓക്കെ, ഇനി ഒരു ചട്ടി കൂടി വേണം. ഒരു 3-4 കൂടി ഉണ്ട് നടാനായിട്ട്. ഞാനൊരു ചട്ടി എടുത്തോണ്ട് വരട്ടെ. ഇതിൽ നടാം. ഒരെണ്ണം 2 ഇവിടെ പോകും. നമ്മുടെ കുറച്ച് മണ്ണ് ഇതിനകത്തേക്ക് നിറച്ചിട്ടെ. നിങ്ങൾക്ക് എന്തൊക്കെ വിശേഷങ്ങള്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്കൊരു ഒരെണ്ണം ഇവിടെ നടാം. പിന്നെ ചെറുതെല്ലാം കൂടി നമുക്ക് നട്ടാലോ. ഒരെണ്ണം കൂടി എടുക്കട്ടെ. ഇങ്ങനെ നടാം. കുറച്ചുകൂടി മണ്ണ് വേണം. എന്നപ്പോ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നടാനായിട്ട്. വേറെ ഒന്നുമില്ല.
ചെറുതാണേ. ഒരു 3-4 ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു ചട്ടിയിൽ നടാം. നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മുടെ ഈ ചട്ടിയിൽ തന്നെ ഒരെണ്ണം പോട്ടെ അല്ല, ഇവിടെ ഇത്തിരി സ്ഥലമുണ്ട്. അപ്പൊ പല കളറിന്റെ വരുമ്പോ നല്ല ഭംഗി ഉണ്ടാവും. ഓക്കെ, ഹാപ്പി ആയോ? ഓക്കെ, ഇനി നമ്മുടെ കമ്പോസ്റ്റ് വെച്ചത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നോക്കട്ടെ എന്തായിരുന്നേ. ഒന്ന് ഇളക്കണമെന്നല്ലേ അവര് പറഞ്ഞത്. അങ്ങനെ തന്നെ ഇരിക്കുവാണ്. അപ്പൊ നമുക്കൊരു കോല് കൊണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ, എന്താ സംഭവം എന്നറിയാലോ. ഇളക്കി കൊടുക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു. ഓക്കെ, ഒരു കോലൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒക്കെ ഇങ്ങനെ അതുപോലെ തന്നെയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞവര്. അത് ഡീകമ്പോസ്റ്റ് ആവാനായിട്ടേ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു മാസത്തിനുള്ളിൽ നമ്മൾ മിക്കവാറും ഇതെടുക്കാൻ പറ്റും. അത്ര മതി അല്ലേ. ഇത് ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഓൺ ചെയ്തേ. മതിയാവും. ഓക്കെ, ഇനി നമുക്കൊന്ന് ഇന്ന് നട്ടേന്നൊക്കെ നനയ്ക്കണ്ടേ. ഇന്നലത്തേനൊക്കെ നനയ്ക്കാം. നിങ്ങൾ ആരെങ്കിലും എന്റെ ഈ ഗാർഡനൊക്കെ കണ്ടിട്ട് പ്രചോദനമായിട്ട് ആരെങ്കിലും നട്ടവരുണ്ടോ? നമ്മുടെ ലെറ്റ്യൂസ് ഒക്കെ പിന്നെ എന്തേ മുളച്ചു വരുന്നുണ്ട് കേട്ടോ. ശരിക്കായിട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ ചീര പതുക്കെ മുളച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറി നന്നായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് പറിക്കാം. എന്തിനാണെന്നറിയോ, നമുക്ക് നാളെ അച്ചാറിടാം. ഇത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അച്ചാറിടുന്നത്. നമ്മുടെ കുപ്പിയിൽ ഇത് പറന്നു പോണ്ട. കുറേ നമ്മൾ നട്ടില്ലെന്ന് അതൊക്കെ ഉണ്ട്. നമ്മുടെ ഡാലിയ കുട്ടന്മാരും നമ്മുടെ തക്കാളിയും എല്ലാം ഉണ്ട്. ഇനി നാളെ മുതൽ 2 ദിവസത്തേക്ക് തിരക്കാണേ. നമ്മുടെ റാണിമോളുടെ കൊച്ചിന്റെ ഹോളി കമ്മ്യൂണിയനാ. അപ്പൊ അതുപോലെ തന്നെ ജോയ്സിന്റെ മമ്മി നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ആകെ ഒരു സന്തോഷത്തിലാണ്. ഇവിടെയൊക്കെ നനച്ചു. ഇനി അപ്പുറത്തും കൂടി കുറച്ച് നനയ്ക്കാനുണ്ട്. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ നിങ്ങളെ കാണിക്കാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒപ്പം നട്ടതുകൊണ്ടായിരിക്കും ഇതൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ചീര മുളയ്ക്കുന്നുണ്ട്. സൂര്യകാന്തി മിക്കവാറും പൂവിടും. നമ്മുടെ മിൻറ്റും നമ്മുടെ കൊറിയാന്തറും എല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നട്ടുകൊണ്ടായിരിക്കും ഈ വർഷം. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. നാളെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ അധികം ഇല്ല കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് തിരിച്ചെടുത്ത് വെക്കട്ടെ. അതെ, ഇതുപോലെയാണ് ഞാൻ എന്താ പറയുക ഇളക്കിയത്. തിരിച്ചെടുത്ത് വെക്കട്ടെ. ഓക്കെ, അതൊക്കെ വെച്ചു. ഇനി നമ്മുടെ ബന്ധിക്കുട്ടന്മാരുണ്ടല്ലോ, കുറച്ച് മുകളിലേക്ക് കയറ്റി വെക്കട്ടെ. അല്ലെങ്കിൽ എനിക്ക് പേടിയാ, മറ്റവര് വന്നിട്ടേ ഒത്തിയെടുത്തോണ്ട് പോകും. ഒന്ന് അവരെയൊക്കെ ഒന്ന് മുകളിലേക്ക് എടുത്ത് വെക്കട്ടെ കേട്ടോ.
ഇതിനകത്ത് തന്നെ ഇരുന്നാൽ മതിയോ? പിന്നെ ഈ ഗ്ലൗസൊക്കെ ഊരിയിട്ട് നമുക്ക് കുറച്ച് ചെറി പറിച്ചാലോ? കുറച്ച് നാളത്തേക്കുള്ള അച്ചാറിന് വേണ്ടിയിട്ട് ഒരു ചെറി പറിക്കാം. പാത്രം കൊണ്ടുവരാൻ മറന്നു ചേച്ചി. ഒരു പാത്രം എടുത്തുകൊണ്ട് വരട്ടെ. പാത്രമൊക്കെ എടുത്തോണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും സ്റ്റീൽ പാത്രം ഭയങ്കര ഇഷ്ടമാണ്. ഒരു സിസ്റ്റേഴ്സൊക്കെ എടുത്തു. അപ്പം അതെ പറിക്കുവാണേ. ഇങ്ങനെ അങ്ങ് പറിച്ചിടാം. അപ്പം തണ്ടോട് കൂടി ആവുമ്പോൾ കാണാനും ഒരു ഭംഗി. ഇങ്ങനെ ഒരു പുളിയായിട്ടിരുന്നാട്ടെ. നമുക്ക് അച്ചാറിടാനാണല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ? അയ്യവാ. ഇന്നാളെ എൻ്റെ ഒരു കൂട്ടുകാരി ഇത് പറിച്ചിട്ട് അവർ കേക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എനിക്ക് അതിനെപ്പറ്റി അറിയാൻ പാടില്ല. കുറച്ചുകൂടി പറിക്കട്ടെ കേട്ടോ. ഇത് ഒരു ചെറിയ തൈയായിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുന്ന് വെച്ചതാണേ. ഇപ്പം ടീനയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ടീന ഒരു മാതിരി വലിയൊരു തൈ വെച്ചിട്ടുണ്ട് ടീന. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും അവിടെയും ഇഷ്ടംപോലെ ഉണ്ടാവട്ടെ. കുറേ ഉണ്ട് ഇവിടെ പറിക്കാനായിട്ട്. കുറച്ചെന്തായാലും കിളികൾക്കും വെക്കണ്ടേ. അച്ചാറിടുമ്പോഴേ ഞാൻ കുറച്ച് അച്ചാറിടുള്ളേ. നല്ല ടേസ്റ്റും പിന്നെ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണല്ലോ. കുറച്ചാവുമ്പോൾ കൂടുതലാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ റോസപ്പൂവും എല്ലാം ഉണ്ട്. നമുക്ക് ആ താഴത്തെ ഇതിൽ നിന്ന് കുറച്ച് പറിക്കാം. ഇവിടെ നിന്ന് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ അല്പം ക്യാമറ ഒന്ന് ഇങ്ങോട്ട് തിരിക്കട്ടെ. ആ ചെറുത് കുറച്ചുകൂടി പറിച്ചെടുക്കണം. ഇവിടെ പറിക്കാം. പുളിയും നല്ല പുളിയുള്ളതായിരിക്കും. അച്ചാറിടും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. താഴെ ഇങ്ങനെ പറിക്കാനായിട്ടൊരു കൗതുകം അല്ലേ. ഇത് നമുക്ക് കൈകൊണ്ട് പറിക്കാവുന്നതുള്ളൂ. അപ്പം നമുക്ക് ഈ ഞെട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനായിട്ടേ ഒരു പാടുണ്ടാവില്ല. അപ്പം ഞാൻ വെച്ചതാകുമ്പം എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. നമുക്കൊരു 2 ദിവസം കഴിയുമ്പോൾ അടുത്ത ടീനയ്ക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് പറിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ചോദിച്ചു നോക്കാം ടീനക്കുട്ടിക്കോ ആർക്കെങ്കിലും വേണമെന്ന്. ഇത്ര പോരപ്പോഴത്തേക്ക് ഇത്രയും കിട്ടി. ഇത്രയും മതിയല്ലേ? ഇപ്പം നമുക്ക് നാളെ അച്ചാറിടുന്നത് ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നിനി നൈറ്റിന് പോകണം. അപ്പോൾ വൺസ് അഗെയിൻ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹത്തിനും ഹൃദയത്തിൽ തൊട്ട് നന്ദി. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ നന്നായിട്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ്. വാച്ചിങ് അവേഴ്സും സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ നന്നാവുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ടു ടീന. അപ്പോൾ നമുക്ക് അധികം താമസിയാണ്ട് നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ആവട്ടെ. ആ സന്തോഷം നിങ്ങളെ എവരെയും അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം അല്ലേ? ഓക്കെ. അപ്പോൾ ചേച്ചി പോട്ടെ എന്നാ. ഇനി അല്പനേരം വിശ്രമിച്ചിട്ട് നൈറ്റിന് പോകണം. ഇന്നും കൂടി നൈറ്റ് ഉണ്ട്. പിന്നെ നാളെ മുതൽ 2 ദിവസത്തേക്ക് തിരക്കാണ്. എന്നാലും ചെറിയ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബൈ.